തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സിപിഎം ഏരിയ സമ്മേളനം നടത്തിയതിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. വിഷയത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ്. സംഭവത്തിൽ സംസ്ഥാന സർക്കാരും പോലീസ് മേധാവിയും വിശദീകരണം നൽകണം. സ്റ്റേഷൻ ഹൌസ് ഓഫീസറോട് നേരിട്ട് രേഖകളുമായി ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. ഇക്കഴിഞ്ഞ 5-ാം തീയതി തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സിപിഎം പാളയം ഏരിയ സമ്മേളനം നടത്തിയതിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി പാടില്ലെന്നാണ് 2023 ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. എന്നാൽ ഇത് ലംഘിക്കപ്പെട്ടുവെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. എന്തായിരുന്നു പരിപാടി, ആരൊക്കെ പങ്കെടുത്തുവെന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും തൊട്ടടുത്തല്ലേ പരിപാടി നടന്നതെന്നും വിമർശിച്ചു. വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും സിറ്റി പോലീസ് കമ്മീഷണറും വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി വഞ്ചിയൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസറോട് നേരിട്ട് രേഖകളുമായി ഹാജരാകാനും നിർദ്ദേശിച്ചു. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും അലംഭാവം കാണിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി സർക്കുലറുകളെല്ലാം കോൾഡ് സ്റ്റോറേജിലാണോ എന്നും ചോദിച്ചു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് പൊതുവഴി തടഞ്ഞ് സിപിഎം ഏരിയ സമ്മേളനം നടത്തിയ വാർത്ത ജനം ടിവിയാണ് പുറത്തുവിട്ടത്. ജനം, കൊച്ചി.